ഇന്ന് ദിവസം 123. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 സാമുവൽ അധ്യായം 4, 1 ദിനവൃത്താന്തം അധ്യായം 5, 6, സങ്കീർത്തനങ്ങൾ 26. 2 സാമുവൽ അധ്യായം 4. ഇഷ്ബോഷത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു. സാവൂളിൻ്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബെനായും റേഖാബും. ബാറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോൻ്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബറോത്ത് ബെഞ്ചമിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബറോത്യർ ഗത്തീമയിലേക്ക് ഓടിപ്പോയി. ഇന്ന് വരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിൻ്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. അവൾ തിടുക്കത്തിലോടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി. മെഫിബോഷത്ത് എന്നായിരുന്നു അവൻ്റെ പേർ. ബറോത്യനായ റിമ്മോൻ്റെ പുത്രന്മാരായ റേഖാബും ബെനായും ഇഷ്ബോഷത്തിൻ്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവൻ്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിക്കൽ ഗോതമ്പ് വാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് റേഖാബും സഹോദരൻ ബെനായും വീടിനുള്ളിലേക്ക് പതുങ്ങിക്കിടന്നു. അവർ വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്നു. മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബയിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിൻ്റെ തല ഇതാ. ഇന്ന് എൻ്റെ യജമാനായ രാജാവിന് വേണ്ടി കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്യനായ റിമ്മോൻ്റെ മക്കൾ റേഖാബിനോടും ബെനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിൽ നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണേ, സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിഗ്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവൻ്റെ ശുഭവാർത്തയ്ക്കുള്ള എൻ്റെ പ്രതിഫലം. സ്വഭവനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ പ്രതികാരം വീട്ടി നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയാതിരിക്കുമോ? ദാവീദ് തൻ്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷത്തിൻ്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 5. റൂബൻ്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ജോയേലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമയ, ഗോഗ്, ഷിമെയി, മീക്ക, റയയ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി ജെയിയേൽ, സക്രിയ. ജോയേലിൻ്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല. അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സാവൂൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലെയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിൻ്റെ സന്തതികൾ. ഗാദിൻ്റെ പുത്രന്മാർ റൂബൻ്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം, യനാനിയായും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ 7 പേർ.
ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ്. ഹൂറി യറോവായുടെയും യറോവ ഗിലെയാദിൻ്റെയും ഗിലെയാദ് മിഖായേലിൻ്റെയും മിഖായേൽ ഷിയായുടെയും യഷിയ യഹിദോയുടെയും യഹിദോ ബൂസിൻ്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകൻ ആഹി തൻ്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയമെടുക്കാനും വില്ലുകുല ചെയ്യാനും കഴിവുള്ളവരുമായി 44,780 യോദ്ധാക്കളുണ്ടായിരുന്നു. അവർ ഹംഗ്രിയരോടും യദൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്കു പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയർ, അസ്ത്രിയേൽ, ജെറമിയ, ഹൊദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ ഫൂലിനെ തിൽഗത് പിൽനെസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 6. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിൻ്റെ സന്താനങ്ങൾ അഹ്റോൻ, മോശ, മിറിയാം. അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനേഹാസ്, അബീഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെരായോത്ത്, അമരിയ, അഹീത്തൂബ്, സാദോക്ക്, അഹിമാസ്, അസറിയ, യോഹന്നാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹീത്തൂബ്, സാദോക്ക്, ഷല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്ക്. നബുക്കദ്നേസറിൻ്റെ കരത്താൽ കർത്താവ് യൂദയായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി, ഷിമെയി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹിലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർഷോമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോഹാവ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമീനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവുൾ, എൽക്കാനയ്ക്ക്, അമസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായി, നഹത്ത്, എലിയാബ്, യെറോഹാം, എൽക്കാന. സാമുവലിൻ്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹിലി, ലിബ്നി, ഷിമെയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ
സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിന് മുൻപിൽ അവർ മുറപ്രകാരം ഗാന ശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര: കൊഹാത്യ കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാനിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യെറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്. എൽക്കാന, മഹത്ത്, അമസായി. എൽക്കാന, ജോയേൽ, അസറിയ, സെഫനിയ, തഹത്ത്, അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ്. ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബെറേക്കിയ, ഷിമയ, മിക്കായേൽ, ബാസേയ, മൽക്കിയ, എത്തിനി, സേറഹ്, അദായ, ഏദാൻ, സിമ്മ, ഷിമെയ്, യാദാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്ന്. അവരിൽ പ്രമുഖൻ ഏദാൻ. ഏദാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലുഗ്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹ്ലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, പിനേഹാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയ്യ, അഹീത്തൂബ്, സാദോക്ക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്യ കുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തോവമ, ഹീലോൻ, ദബീർ, ആഷാൻ, ബെത് ഷെമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറി അനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കിട്ടി. മൊറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശിമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കേം, ഗേസർ, യോക്മെയാം, ബെത്ത് ഹെറോൺ, അയ്യാലോൺ, ഗത്ത് റിമോൺ എന്നിവയും അവിടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനേർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്റാത്ത്. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദഷ്, ദെബേറത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോഗ്, റഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിലെ കേദഷ്, ഹമ്മോൻ, കിര്യത്തായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കെദോമോത്ത്, മെഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റമോത്ത്, ഗിലെയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. സങ്കീർത്തനങ്ങൾ 26. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല. വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു. നീചന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. കർത്താവേ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു.
അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ, രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും. അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ്, അവരുടെ വലത് കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും.